എന്ത് നല്ല വർത്താനം കേട്ടോ അമ്മ. അമ്മ എന്താ പറഞ്ഞേ? ഞാൻ രാവിലെ എവിടേക്കോ കറങ്ങി തിരിഞ്ഞു വന്നേക്കുവാണെന്നാ. ഈ വാക്കിന് എന്താ അർത്ഥം ഉണ്ടെന്ന് നമുക്ക് അറിയാവോ? ഞാൻ അതിനെ ഒരുപാട് അർത്ഥമൊന്നും കണ്ടില്ല. പിന്നെ അമ്മ എന്താർത്ഥമാണ് അതിൽ കണ്ടത്? ബെസ്റ്റ്. ഇപ്പൊ പിന്നെയും വന്ന് ഇവിടെ എല്ലാം കൂടെ ചർച്ച തുടങ്ങിയ ചേച്ചി, ഞാനിന്ന് വലിയ ആളാവാൻ വേണ്ടി പറയുന്നൊന്നുമല്ല. ചേച്ചി ഇപ്പൊ പോയി ഡ്രസ്സ് മാറി ഒന്ന് അമ്മയെ സഹായിക്കാൻ നോക്ക്. നീ പറഞ്ഞ കാര്യം എനിക്ക് നല്ല വ്യക്തമായിട്ട് അറിയാവുന്നതല്ലേ. അമ്മ പറയാമ്മേ, ഞാൻ വഴക്കായിട്ട് ചോദിക്കുമല്ല. എന്നാലും അമ്മ പറ, അമ്മ എന്തർത്ഥമാണ് ആ വാക്കിന് കണ്ടത്? അതൊന്നും എനിക്ക് മനസ്സിലായില്ലേ? നീ വെളുപ്പിന് 7-7:30 അവിടെ നിന്ന് ഇറങ്ങിയതാണ് ഇല്ലേ? നീ 11-11:30 ഇവിടെ എത്തിച്ചേർന്നത്. അപ്പൊ ഇത്രയും നീ താമസിക്കണമെങ്കിൽ നീ എവിടേക്കോ ചുറ്റിത്തിരിഞ്ഞ് നടന്നിട്ടല്ലേ അത്രയും വൈകിയത് ഇല്ലേ? അതല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. അതാണ് പ്രശ്നം. എന്റെ അമ്മയെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയപ്പോ തന്നെ സിദ്ധുവിന്റെ അച്ഛനെ ഓട്ടോ പിടിച്ചു വന്നു. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി ഒരു ചുരിദാർ തയ്ക്കാൻ കൊടുക്കാനുണ്ടായിരുന്നു. സ്റ്റിച്ചിങ് സെന്ററിൽ കയറി അവിടെ ഒരു 10-15 മിനിറ്റ് പോയി. അത് കഴിഞ്ഞ് ടെക്സ്റ്റൈലിൽ കയറി ഒരു ടോപ്പ് എടുത്ത്, പിന്നെ എൻ്റെ ഫോണിന്റെ സ്ക്രീൻ ഗാർഡ് പൊട്ടിയിരിക്കുവായിരുന്നല്ലോ, അത് ചേഞ്ച് ചെയ്ത്, പിന്നെ ഒരു കൂട്ടുകാരിനെയും കണ്ട് അവളുടെ അടുത്ത് ഒരു 10-15 മിനിറ്റ് സംസാരിച്ചിരുന്നു. അതാ ലേറ്റ് ആയത്. പിന്നെ എന്ത് ട്രാഫിക് ആണെന്നും പറഞ്ഞോണ്ടാ. ഭയങ്കര ട്രാഫിക് അല്ലേ, ഓഫീസ് ടൈം അല്ലേ അമ്മ? ട്രാഫിക് ഒന്നും അല്ലേ ലേറ്റ് ആവാൻ കാരണം. മെയിൻ കാരണം ഇപ്പൊ തന്നെ പറഞ്ഞല്ലേ, കൂട്ടുകാരിയെ കണ്ട് കുറെ നേരം സംസാരിച്ചിട്ടുണ്ടല്ലേ. കേശു, നീ എന്റെ വാലിരിക്കുന്നത് ഇറന്ന് മേടിക്കാൻ തന്നെ ഇരിക്കുവള്ള. എത്ര കേട്ടാലും നിനക്ക് ഒരു ഉളുപ്പില്ലല്ലോടാ. നിങ്ങൾ എവിടെ പോണ്? ഇവിടെ ഒന്ന് വെള്ളം കുടിച്ച് ചുറ്റിക്കറങ്ങിട്ട് അങ്ങ് പോവാണോ? മോളെവിടെ പോയെന്നും ഇപ്പൊ മനസ്സിലായല്ലോ. എന്താണ് തൊണ്ട വരണ്ടപ്പോ ഞാൻ വെള്ളം കുടിക്കാൻ വന്ന് നിന്നെ ഒന്നും ശല്യപ്പെടുത്തില്ലല്ലോ. കുഴപ്പം എന്ത്? ഞാൻ എന്തെങ്കിലും പറയണം, അതിനെതിരെ എവിടെ 10 പറയണം. അത് ശീലമായിപ്പോയി. ശീലല്ല, ഹരം. പിന്നെ നിങ്ങളെ വർത്താനം കേൾക്കുന്ന എനിക്ക് ഭയങ്കര ഹരമാണല്ലോ. അച്ഛമ്മയോടെ കണക്ക് നോക്കാൻ നിന്നേ, ചുമ്മാ 1-2 പറഞ്ഞ അടി ഉണ്ടാക്കാതെ. ഞാൻ എന്താണ് പറഞ്ഞത്? ഇവിടെ പേടിച്ച് എനിക്ക് ജീവിക്കാൻ പറ്റൂടെ? കൂടുതൽ ഷോ കാണിക്കണം, പോവാലോന്ന്. ഷോ കാണിക്കാൻ? അയ്യോ ഇവക്ക് എന്ത് എന്റെ കുഴപ്പം? മക്കളെ, നിന്നെ കാണാത്തപ്പോൾ ഞാൻ പറഞ്ഞു എവിടെ ഇത്രയും നേരം എവിടെ പോയാണ്, ഫോൺ വിളിച്ചിട്ട് കിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. മനസ്സിൽ വെച്ചോളൊന്നല്ല പറഞ്ഞത്. എന്റെ മനസ്സ് വെള്ളയാണ്, എവിടെ പോലെ അല്ല. ഞാൻ നിങ്ങളെ വെള്ളം പിടിച്ച് പറയും കേട്ടോ. മനസ്സിലൊന്നും വെക്കാത്ത മാന്യൻ. ഒരു മുട്ടായത്തുണ്ടിന്റെ കാര്യം കിട്ടിയാൽ പോലും നിങ്ങൾ വർഷങ്ങൾ കഴിഞ്ഞാലും പിന്നെ അത് പറഞ്ഞോണ്ടിരിക്കാറില്ലേ? അമ്മ, ഞാൻ കുറെ നേരമായിട്ട് പറയാണ് നിർത്താൻ. ഇത് ലാസ്റ്റ് അടിയാവേ. അടിയായാലും ഇവളെ ആക്കൂടാ. മക്കളെ വെച്ച് എവിടെ പോയാലും 10 മിനിറ്റ് ഇടവിട്ട് ഇവിടെ കാര്യം അറിയിക്കണം, വിവരങ്ങൾ അറിയിക്കണം കേട്ടാ. അല്ലെങ്കിൽ അച്ഛൻ ഇവിടെ ജീവിക്കണം. അതുകൊണ്ടാണ് ജീവിച്ചു പോട്ട്. എന്താ ഇത് ഭയങ്കര കഷ്ടം തന്നെ കേട്ടോ അമ്മയുടെ കാര്യം. കുട്ടി പാട്ടുകാരെ തേടി ടോപ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. ഭയങ്കര കഷ്ടമാണ്, കുറച്ച് കഷ്ടത്താണ് ഇതൊക്കെ. കേട്ടോടാ, അവള് പറഞ്ഞിട്ട് പോയാ കേട്ടാ. ഇതിന് ഞാൻ മറുപടി കൊടുക്കണ്ടേ? കൊടുക്കണം. കൊടുത്തില്ലെങ്കിൽ അമ്മ പിന്നെ പടവലത്തുള്ള സന്തതിയല്ല. കുറച്ച് മനസ്സമാനം കൊറേ കൊച്ചിന് മിണ്ടിപ്പോരുത് കേട്ടോ. എന്താ അമ്മ ഡ്രസ് പറ സമ്മതിക്കൂലേ? നീ എന്താണ് പറഞ്ഞിട്ട് പോയത്? ഈ അമ്മയെ കൊണ്ട് തോറ്റെന്നാ? നീ നിന്നെ എത്ര കാലം കൊണ്ട് ഞാൻ സഹിക്കണമെന്ന് അറിയാമോ? നീ കാരണം എനിക്ക് എത്ര നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് അറിയാമോ? ഞാൻ കാരണം അമ്മയ്ക്ക് എന്ത് നഷ്ടം ഉണ്ടായത് പറ. നിന്റെ അച്ഛൻ പറയണ പോലെ അല്ല. നിന്നെ പറ്റി ഇവിടെ എല്ലാവർക്കും എപ്പോഴും കുറ്റം മാത്രമേ ഉള്ളൂ. ഈ മനുഷ്യൻ നിന്നെ ഓരോന്ന് പറയുമ്പോ ഞാൻ എന്തോരം വിഷമിക്കട്ടെന്ന് അറിയാമോ? അന്നേരം ഞാൻ ഇവരോടൊക്കെ വഴക്കിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട്. അതിപ്പോ സ്വന്തം മക്കളെ പറ്റി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അമ്മമാർക്ക് വിഷമം വരും. അതിപ്പോ അതല്ലല്ലോ നമ്മുടെ വിഷയം. അമ്മ വിഷയത്തിൽ വാ. ഞാൻ എന്ത് നഷ്ടമാണ് അമ്മയ്ക്ക് ഉണ്ടാക്കിയത്? അതൊക്കെ അവിടെ നിൽക്കിട്ട് മര്യാദക്ക് ഞാൻ അവിടെ ഇരിക്കാനടി. എന്നെ പരാമർശിച്ചിട്ടുണ്ടെങ്കിൽ പറയണ എന്താണ്? വഴിക്ക് പോണ അടിക്കാൻ ഞാൻ ചെണ്ടടി, വഴി ചെണ്ടടി നിനക്കൊക്കെ കയറി അടിക്കായി തന്നെ. നിനക്ക് എന്താ സീരിയസ് ആയിട്ട് ഞങ്ങളൊരു കാര്യം സംസാരിക്കുമ്പോഴത്തേക്ക് അതിന്റെ ഇടയിൽ കൂടെ പാട്ടിടണ ആക്കുന്ന മനുഷ്യനെ. നിങ്ങൾ സീരിയസ് ആയിട്ടിരുന്ന കാര്യം സംസാരിച്ചോണ്ടിരുന്നേ. എന്നാ പിന്നെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്തോ. അല്ല അമ്മ ഇപ്പൊ പറയാനുള്ളത് 2 ചോദ്യങ്ങളുടെ ഉത്തരവാണ്. ഒന്ന്, ലച്ചു ചേച്ചി ഈ വീടിന് വരുത്തിയിട്ടുള്ള കഷ്ടനഷ്ടങ്ങളുടെ കണക്ക്. പിന്നെ അച്ഛന്റെ പേര് ഒരു കാര്യമില്ല, നിങ്ങൾ 2 പേരും തമ്മിൽ സംസാരിച്ചോണ്ടിരുന്നപ്പോ എടുത്തിട്ട് പരാമർശിച്ചതിന് കാരണം എന്ത്? പെട്ടെന്ന് പറ. പിന്നെ പെട്ടെന്ന് തന്നെ പറയണോ? ഇല്ലെങ്കിൽ ഇവരുടെ കൂടെ എന്ത് ചെയ്യൂടാ? പറടാ, എന്ത് ചെയ്യൂടാ? അമ്മ ഉത്തരം മുട്ടുമ്പോ കൊഞ്ചരം കുത്തിട്ട് യാതൊരു കാര്യമില്ല കേട്ടോ. ആര് പറഞ്ഞു ഉത്തരം മുട്ടിയത്? ഞാൻ പറഞ്ഞു അതിനോട് ഉത്തരം മുട്ടിയത്. ഈ കൊച്ച് 4-5 ദിവസം വീട്ടിൽ പോയി നിന്ന്, കുഴിപ്പള്ളത്തിൽ പോയി നിന്ന്, അത് ഓടി വന്ന് എന്തിനെന്ന് അറിയാടി? സ്വന്തം തള്ളയും തന്തയും സഹോദരന്മാരെയും കാണാൻ വേണ്ടി ആക്രാന്തോടെ കൊതിയോടെ വന്നേണ്. ആ കൊച്ചിനെ നീ പറഞ്ഞു വിടാൻ നോക്കണേ പെട്ടെന്ന്. ആഹാ, അത് കൊള്ളാലോ. ഞാൻ ഇവിടെ പറഞ്ഞു വിടാൻ നോക്കണമെന്നല്ലേ? കൂടുതൽ അഭിനയിക്കല്ലേ ബാലു? ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഞാൻ നിരപരാധിയാണെന്നും അറിയാം. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അമ്മയ്ക്ക് ഇപ്പൊ എന്താ വേണ്ടേ? ഞാൻ ഇവിടെ നിക്കണോ അതോ പോണോ? ഒന്നെങ്കിൽ അച്ഛനും മോളും കൂടെ വഴക്കുണ്ടാക്കും, അല്ലെങ്കിൽ 2 കൂടെ കൂടിച്ചിരുന്ന് ബാക്കിയുള്ളവരുടെ നെഞ്ചത്തോട്ട് കയറും. നിങ്ങൾ വിഷയം മാറ്റാൻ നോക്കല്ലേട്ടാ.
നീ എന്തിനാണ് എന്നെ തുറിച്ചു നോക്കണത്? മകളെ കാശു, ഓ. ഞാൻ ജംഗ്ഷൻ ഒരു മുറി വാടക എടുക്കാൻ പോകട്ടാ. എന്റെ ഓഫീസ് അത് തന്നെ. പിന്നെ രാത്രി കിടക്കാൻ കഴിഞ്ഞ് വരും. ആണോ? ആ. വളരെ വളരെ നല്ലൊരു തീരുമാനമാണ്. പക്ഷെ എന്റെ വാടക ആര് കൊടുക്കും? വാടക ആര് കൊടുക്കും? വാടക നിന്റെ അമ്മയും എവളും കൂടെ കൊടുക്കും. അതെവിടുത്തെ പരിപാടിയാ? നിന്റെ കാരണം കൊണ്ടല്ലേ ഞാൻ ഇവിടെ നാട് വിട്ട് പോണത്. കണ്ടെടുത്ത് റൂം എടുക്കുന്നത്. അപ്പൊ നീയൊക്കെ തന്നെ വാടക കൊടുക്കണം. പിന്നെ തലക്കടി വണ്ടി ഓടിയാണല്ലോ നിങ്ങക്ക് വാടക കൊടുക്കാഞ്ഞിട്ട്. അച്ഛാ ചേച്ചി പിരിഞ്ഞു പോയെ. ഇനി അമ്മ വന്നാലും നിങ്ങൾ ആരും അങ്ങോട്ട് ഇങ്ങോട്ട് സംസാരിക്കാൻ നിൽക്കണ്ട. വെറുതെ പ്രശ്നം ഉണ്ടാക്കല്ലേ. ഇവിടെ ആര് പ്രശ്നം ഉണ്ടാക്കുന്നത് ഞാനൊന്ന് നോക്കട്ടെ. എല്ലാവരും അവരുടെ വഴിക്ക് പോകും. ചേച്ചി പോയേച്ചി. അച്ഛാ പോച്ചാ, അങ്ങോട്ട് ചെന്ന് ഇരിയച്ചാ.